ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹനിൻഷാൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചോക്ലേറ്റ് പുഡിംഗ് കേക്കാണ്. വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുന്ന എല്ലാ വീഡിയോസിനും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്ന് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നനവൊന്നും വെള്ളമൊന്നും പാടില്ല. അതിലേക്ക് ഡ്രൈ ആയ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒന്ന് ഒഴിച്ച് നന്നായി മിക്സ് ആക്കി കൊടുക്കാം. ഞാൻ കേക്കിന് വേണ്ടി ഒരു ടിന്ന് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു. അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം, ഇതിൻ്റെ അടിയിലുള്ള ബബിൾസൊക്കെ ഒന്ന് പോകാൻ. ഞാൻ നേരത്തെ ഇതുപോലത്തെ ഒരു ചെമ്പ് വെച്ച് ചൂടാക്കാൻ വെച്ചിരുന്നു. അതിൻ്റെ നടുവിലായൊരു വട്ട് വെച്ച് കൊടുത്തിരുന്നു. നമ്മുടെ ആ ടിന്ന് ഇതിലേക്ക് നറുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് വേവാൻ വേണ്ടി 25 മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഈർക്കിൽ വെച്ചോ നമ്മുടെ പപ്പടക്കോല് വെച്ചൊന്ന് കുത്തി കൊടുക്കുക. പപ്പടക്കോല് ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ടിന്നിൽ നിന്ന് ഇത് അടർത്തി മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. വളരെ സോഫ്റ്റി ആയൊരു കേക്കാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള പുഡിങ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടി ഞാനിവിടെ മാംഗോ എസൻസ് 2 തുള്ളി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എല്ലാം മിക്സ് ആക്കിയ ശേഷം ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി 1/2 ഗ്ലാസ് പാലെടുത്ത ശേഷം ഇത് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇതേ അളവിലൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതെല്ലാം കൂടി നമ്മുടെ ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതുപോലൊരു പാത്രം എടുത്തതിന് ശേഷം നമ്മുടെ ഓയിൽ ഇതിൻ്റെ അടിഭാഗത്തൊന്ന് പുരട്ടി കൊടുക്കണം. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പുഡിംഗ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കേക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പുഡിംഗ് നല്ല ചൂടോടെ തന്നെ ഒഴിച്ച് കേക്ക് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റ് തണുപ്പൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് അടർത്തി പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിന്മേ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ചെറീസ് ഇതുപോലെ വട്ടത്തിൽ നുറുക്കി വെച്ചതാണ്. ഇപ്പം നമ്മുടെ പുഡിംഗ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണ് നമ്മുടെ കേക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോ